ഇനി നമുക്ക് ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് ചെയ്യാം കേട്ടോ. ഒരു പ്രാക്ടിക്കൽ ഒരു പാനും കടലാസും എടുക്കുക. ഞാനൊരു 5 ചോദ്യങ്ങൾ തരാം. അത് നിങ്ങൾക്ക് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ ക്ലാരിറ്റി കിട്ടും. അതായത് പവർ ഓഫ് നൗ. ഇത് എക്സസൈസിന്റെ പേര് പവർ ഓഫ് നൗ റീസെറ്റ് എന്നാണ്. ഒന്ന് എഴുതിക്കോളൂ, ഞാൻ ചോദ്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടുകിടക്കുന്നത് എവിടെയാണ്? ഞാൻ വേണം എക്സാമ്പിൾ തരാം. പാസ്റ്റ് റിഗ്രറ്റിലാണോ, പണ്ട് നടന്ന ഏതെങ്കിലും കാര്യങ്ങളിലാണോ നിങ്ങൾ പെട്ടുകിടക്കുന്നത്? അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഫിയർ ആണോ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണോ? ഇതിൽ ഏതിലാണ് നിങ്ങൾ കുടുങ്ങി കിടക്കുന്നത് നിങ്ങൾ എഴുതാം. ഉത്തരം മാത്രം എഴുതിയാൽ മതി. എവിടെയാണ് നിങ്ങളുടെ മനസ്സ് പെട്ടുകിടക്കുന്നത്? നിങ്ങൾ അതിനെപ്പറ്റി അവെയർ ആവുമ്പോൾ തന്നെ കാര്യങ്ങൾ പല വ്യത്യാസങ്ങളും വരും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിങ്ങൾ എവിടെയാണ് കുടുങ്ങി കിടക്കുന്നത്? പാസ്റ്റിലാണോ, ഫ്യൂച്ചറിലാണോ, ഓവർ തിങ്കിങ്ങിലാണോ, പണ്ട് കടന്ന കാര്യങ്ങളിലുള്ള കുറ്റബോധത്തിലാണോ, അല്ലെങ്കിൽ വിഷമത്തിലാണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഉത്കണ്ഠയിലാണോ, ഓവർ തിങ്കിങ് ആണോ? ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ചിന്ത ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? പിന്നെ രണ്ടാമത്തത്, ഇപ്പൊ നിങ്ങൾ ഒഴിവാക്കേണ്ട പഴയ ഒരു ചിന്ത എന്താണ്? ഇപ്പോൾ നിങ്ങൾ ഒഴിവാക്കണ്ട പണ്ട് നടന്ന പാസ്റ്റ് നടന്നൊരു ചിന്ത. ഞാൻ വേണമെങ്കിൽ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ പണ്ട് കാര്യം നടന്നിട്ടില്ല, എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടില്ല, എന്നെ ആരും അംഗീകരിച്ചിട്ടില്ല, എൻ്റെ പാസ്റ്റ് കാരണം എനിക്ക് ഫ്യൂച്ചർ ഇല്ലാണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പഴയ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് എഴുതാം. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ പഴയ ചിന്തകൾ എന്താണ്? നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിൽ കിടക്കാം. ഇപ്പോൾ നിങ്ങൾ നിർത്തേണ്ട ഫ്യൂച്ചർ ഫിയർ എന്താണ്? ഭാവിയെ കുറിച്ച് നിങ്ങളുടെ എന്ത് ചിന്തയാണ് ഇപ്പൊ നിങ്ങൾക്ക് നിർത്തേണ്ടത്? നേരത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ കാലത്തിൽ എന്ത് ചിന്തയാണ് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഉള്ളത് ഭാവിയെ കുറിച്ചുള്ള എന്ത് ചിന്തയാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ റിജക്ട് ചെയ്താൽ, പണം കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഫെയിൽ ആയാല്, ഇങ്ങനെയുള്ള പല ചിന്തകളും ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവും. അതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, എഴുതുക. ഭാവിയെ കുറിച്ചുള്ള എന്ത് ചിന്തയാണ് നിങ്ങൾ അലട്ടുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ അവെയർ ആവുമ്പോൾ തന്നെ അതിന്റെ തോത് കുറയും, നിങ്ങൾക്കും കുറെ ക്ലാരിറ്റി കിട്ടും എന്താണ് നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത്. ഇനി വേറൊന്ന്, നിങ്ങളുടെ ലക്ഷ്യത്തിനോട് അലൈൻ ചെയ്തിട്ടുള്ള, അതായത് നിങ്ങളുടെ ഗോളിനോട് അലൈൻ ചെയ്തിട്ടുള്ള പ്രസന്റിൽ എന്ത് ചിന്തയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇപ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുന്നു, അതാണ് നിങ്ങളുടെ ഗോളിനോട് അലൈൻ ചെയ്ത് ഇപ്പോഴത്തെ ഒരു ആക്ഷൻ. അല്ല, ഞാൻ ദിവസേന ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്റെ പാസ്റ്റ് എന്റെ ഡെസ്റ്റിനി അല്ല, എന്റെ ഫ്യൂച്ചർ ഞാൻ ഇന്നത്തെ ആക്ഷൻ കൊണ്ട് സൃഷ്ടിക്കുന്നു. ഇങ്ങനെയുള്ള എന്തും നിങ്ങൾക്ക് ഇപ്പോഴത്തേൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എഴുതാം. ബോധപൂർവ്വം നിങ്ങൾക്ക് എഴുതാം. ഇന്നത്തെ ദിവസം നിങ്ങൾ ഗോളിനോട് അലൈൻ ചെയ്തിട്ടുള്ള എന്ത് ആക്ഷൻ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് എഴുതാം. ഇനി അഞ്ചാമത്തെ ചോദ്യം, നിങ്ങൾ എടുക്കാൻ പോകുന്ന ചെറിയ ആക്ഷൻ എന്താണ്? നേരത്തെ നിങ്ങളുടെ ചിന്ത എന്താണെന്നാണ് ഇത് പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ ആക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറയാം. ഉദാഹരണമായിട്ട് ഗോൾ എഴുതുന്നു, അല്ലെങ്കിൽ ഞാൻ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു, ക്ലാസ് ജോയിൻ ചെയ്യുന്നു, പ്രയർ ചെയ്യുന്നു, എഫർമേഷൻ ചെയ്യുന്നു. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ആക്ഷൻ എഴുതാം. നിങ്ങൾ ആലോചിച്ച് വെക്കുക, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന വലിയ പല ആക്ഷനും ഇന്നത്തെ ഒരു ചെറിയ തീരുമാനത്തിൽ നിന്നായിരിക്കും തുടങ്ങും. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ ഒരു തീരുമാനമായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന വലിയ ആക്ഷൻ ആയിട്ട് മാറാൻ പോകും. ഇനി MM30 എങ്ങനെയാണ് നിങ്ങളെ പ്രസന്റ് മൊമെന്റിൽ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞുതരാം. മനസ്സ് പഴയ ഹാബിറ്റിലേക്ക് മടങ്ങും. നമ്മൾ തുടങ്ങിയാലും പാസ്റ്റ് റിഗ്രറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഫിയറിലേക്ക് പോകും, ആങ്സൈറ്റിയിലേക്ക് പോകും, നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകും, പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് പോകും, സെൽഫ് ഡൗട്ടിലേക്ക് പോകും. ഇതൊക്കെ സംഭവിക്കും. നിങ്ങൾ ഇപ്പൊ ഈ ഒരു ക്ലാസ് കേട്ടു, ഈ ഒരു ക്ലാസ് കേട്ട് എന്തായിരിക്കും? നിങ്ങൾക്ക് നല്ല ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടും. ഒരു ദിവസം ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ, എല്ലാ വീക്കിലും നമ്മൾ ഈ കമ്മ്യൂണിറ്റി ക്ലാസ് നടത്തുന്നുണ്ട്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇൻസ്പിറേഷൻ കിട്ടും. പക്ഷെ 30 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, മാറ്റം സംഭവിക്കും. ഇൻസ്പിറേഷൻ അല്ല വേണ്ട, ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടത്. ഇൻസ്പിറേഷന് നമ്മൾ ആക്ഷൻ എടുത്താൽ നമ്മൾ ട്രാൻസ്ഫോർമേഷനിൽ. അതിനാണ് ഞങ്ങൾ MM30 തുടങ്ങിയിട്ടുള്ളത്. ഇനി MM30 നിങ്ങളെ എങ്ങനെ സഹായിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിനെ ഒരു ഗോൾ ആക്കിയിട്ട് മാറ്റും. നിങ്ങൾക്കറിയാം, ആഗ്രഹവും ഗോളും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും. ഒരു നല്ലൊരു വലിയൊരു കാർ, ഇതൊരു കാർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതൊരു ആഗ്രഹമാണ്. നല്ലൊരു വീട് കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു വീട് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ആഗ്രഹമാണ്. അങ്ങനെ പലതും കാണുമ്പോൾ നമുക്ക് തോന്നും അത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും. അതൊരു ആഗ്രഹമാണ്, പക്ഷെ അതൊരു ഗോളല്ല. അത് നമ്മൾ ഗോളാക്കി മാറ്റണം. ഗോൾ വേണമെങ്കിൽ അതിനൊരു ടൈം വേണം, ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് നേടണമെന്ന് വേണം, അത് മെഷറബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു ഗോളാക്കിയിട്ട് നമ്മുടെ ആഗ്രഹത്തിനെ ഒരു ഗോളാക്കി നമ്മൾ ആദ്യം മാറ്റണം. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പ്രസന്റ് മൊമെന്റിൽ വേണം ഗോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. ഫ്യൂച്ചറിലേക്ക് അല്ല പ്രാക്ടീസ് ചെയ്യാൻ. പ്രസന്റ് മൊമെന്റിൽ അത് നടന്ന പോലെ അനുഭവിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ. അത് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ്, എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് അർഹതയില്ല, എന്റെ പാസ്റ്റ് കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പല ബ്ലോക്കും ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്.
പ്രാക്ടിക്കലായി. പിന്നെ ഇമോഷണൽ റിലീസ്, അതായത് പണ്ടുണ്ടായിരുന്ന വേദന, കുറ്റബോധം, പേടി, റിജക്ഷൻ, സെൽഫ് ഡൗട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ റിലീസ് ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിന് ഡെയിലി മൈൻഡ് പവർ ജിം എന്നാണ് ഞങ്ങൾ ഈ MM30 പേരിട്ട്. കാരണം നമ്മൾ ജിമ്മിൽ വന്ന പല ടൈപ്പ് മൊഡാലിറ്റി നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ MM30 നമ്മൾ പല ടൈപ്പ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടബിലിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയുടെ എനർജി ഉണ്ട്. ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി കുറയും. എന്നാൽ ഒരേമാതിരി ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ അതൊരു ഇൻസ്പിറേഷനാണ്. അതുപോലെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന ഐഡന്റിറ്റി നമ്മൾ ഇങ്ങനെ കുടുങ്ങിക്കെടുക്കുകയാണ്. അപ്പോൾ ആ ഐഡന്റിറ്റി മാറ്റി പുതിയ ഐഡന്റിറ്റിയിലേക്ക് നമ്മളെ ആക്ഷൻ എടുക്കുന്ന, പുതിയ ഗോൾ അച്ചീവർ ആണെന്നുള്ള പുതിയ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് അവയർനെസ് ആണ് കിട്ടുന്നത്. പക്ഷെ പവർ ഓഫ് നൗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. MM30 അതിനുള്ള 30 ദിവസം മൈൻഡ് പവർ ജിമ്മാണ്. ഇതൊരു മാജിക് ഒന്നുമല്ല അവിടെ നടക്കുന്നത്. നിങ്ങൾ ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. ഇൻസ്റ്റന്റ് മിറാക്കിൾ ഒന്നും അവിടെ സംഭവിക്കില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് നിർബന്ധമായിട്ടും കിട്ടി. അത്ഭുതങ്ങളല്ല, നിങ്ങളുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. MM30 പങ്കെടുക്കുന്ന ആളുകളെ കൊണ്ട് ബോധപൂർവം അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നത് അവരുടെ ബോധപൂർവമായ പരിശ്രമത്തിന് ഫലം മാത്രമാണ്, അല്ലാതെ വേറെ ഒരു അത്ഭുതങ്ങളും അതിന്റെ പിന്നിലില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഗോൾ നേടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ആ ശക്തികൾ ഉപയോഗിച്ച് നേടണമെങ്കിൽ ആ ശക്തികൾ ആദ്യം തിരിച്ചറിയും. അതിലേക്ക് മൂവ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി മൂവ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളൊരു 10 വർഷം കൊണ്ട് നേടിയെടുക്കണം, നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് എത്താൻ പറ്റും. ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ 10 സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതാണ് MM30 ചെയ്യുന്നത്. അല്ലാതെ ഒരു ആക്ഷനും എടുക്കാത്ത ഒരാളെ കൊണ്ട് അയാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുന്ന അല്ല MM30, അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ജീവിതത്തിൽ വലിയ നിലയിലെത്തി എന്ന് പറയുന്ന ആരെ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടായിരിക്കും അവരെവിടെ എത്തിയിട്ടുണ്ടാവുക. വർഷങ്ങളോളം. അല്ലാതെ ആരും വലിയ നിലയിലൊന്നും എത്തിയിട്ടില്ല. ഒരുപാട് ഉറക്കമൊഴിച്ച്, ഒരുപാട് അധ്വാനിച്ച്, പക്ഷെ അവർ മനഃശക്തി ഉപയോഗിക്കുമ്പോൾ അവരുടെ ശ്രമങ്ങൾക്ക് വളരെ വേഗത കൂടും. അവർക്ക് ശരിയായ അവസരങ്ങൾ കാണാൻ പറ്റും, ശരിയായ ആളുകൾ അവരിലേക്ക്, ശരിയായ റിസോഴ്സസ് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് അവരവരുടെ ലക്ഷ്യത്തിലെത്തും. അല്ലാതെ പ്രവർത്തിക്കാതെ ഇരുന്നിട്ടല്ല അവരോട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മൾ അഫർമേഷൻസ് പറഞ്ഞ് വിഷ്വലൈസേഷൻ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മുന്നിൽ അത്ഭുതങ്ങൾ പോലെ സംഭവിക്കുന്നു. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആക്ഷനെ പറ്റി പല പുസ്തകങ്ങളിലും പല ക്ലാസ്സുകളിലും അവര് ഇൻസ്പയർഡ് ആക്ഷനെ പറ്റി കൂടുതൽ പറയാറില്ല. അതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് നല്ല ബോഡി വേണം, നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല ദൃഢമായ പേശികൾ വേണം, 6 പാക്ക് ബോഡി വേണം. നിങ്ങൾ വീട്ടിലിരുന്ന് യൂട്യൂബ് വീഡിയോ കാണുക, കുറെ പുസ്തകങ്ങൾ ഇരുന്ന് വായിക്കുക, കുറെ കോഴ്സുകൾ നിങ്ങൾ ഓൺലൈനിൽ ഇരുന്ന് ചെയ്യുക, നിങ്ങൾ ഇരുന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, അഫർമേഷൻ ചെയ്യുക, നല്ല ബോഡി ഉണ്ടാവട്ടെ, എനിക്ക് നല്ല ബോഡി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ നടന്ന പോലെ വിഷ്വലൈസ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ബോഡി ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ചെയ്തോ ബോഡി ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബോഡി ഉണ്ടാവണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം. ശരീരത്തിനും പേശികൾക്കും അധ്വാനം കൊടുത്താൽ തന്നെ ബോഡി നമ്മൾ ഉദ്ദേശിക്കുന്ന ബോഡി നമുക്ക് കിട്ടും. നമുക്ക് വേറെ ആളെ പറഞ്ഞു വെച്ചാലും കൂടി നമ്മുടെ ശരീരം നമ്മൾ തന്നെ ചെയ്യണം. അതേപോലെ നമ്മൾക്ക് മാറ്റം വേണമെങ്കിൽ നമ്മൾ തന്നെ പ്രവർത്തിക്കണം. പക്ഷെ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലെത്താം, ഇതൊക്കെയാണ് മൈൻഡ് പവർ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം. മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വേഗത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഗോളുകളിൽ ദി പവർ ഓഫ് നൗ ഒക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പാഠം, നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തി ഇന്നലെയല്ല നാളെയല്ല, അതിപ്പോഴാണ്. അപ്പൊ പാസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കട്ടെ, ഫ്യൂച്ചർ നിങ്ങളെ ഇൻസ്പയർ ചെയ്യട്ടെ, പക്ഷെ ആക്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോഴാണ്. ഇപ്പൊ തുടങ്ങണം. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഗോളിൽ സീരിയസ് ആണെങ്കിൽ, പാസ്റ്റ് ബ്ലോക്കുകൾ നിങ്ങൾ റിലീസ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ പേടിക്ക് പകരം പ്രസന്റ് ആക്ഷൻസ് വേണമെങ്കിൽ, നിങ്ങൾക്ക് 30 ദിവസം മൈൻഡ് പവർ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് MM30 നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പാണ്. MM30 ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആത്മമന്ത്രയുടെ നമ്പറിൽ MM30 ടൈപ്പ് ചെയ്ത് അയച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എല്ലാ ഡയറക്ഷൻസും അവിടെ നിന്ന് ലഭിക്കും. MM30 നമ്പർ, വാട്സ്ആപ്പ് നമ്പർ, ആത്മമന്ത്രയുടെ നമ്പർ 8075329237. നിങ്ങളുള്ള ഗ്രൂപ്പിൽ അഡ്മിൻ ആയിട്ട് ആ നമ്പർ ഉണ്ടാവും. 8075329237. ഒരു ബ്ലൂ കളറിലുള്ള താമരയുടെ എംബ്ലം ഉള്ളതാണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആ നമ്പർ കിട്ടും. ആ നമ്പറിലേക്ക്, ആ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ MM30 ടൈപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡയറക്ഷനും അതിൽ ലഭിക്കും. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. പേയ്മെന്റ് എല്ലാം ചെയ്യാനും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനൊക്കെ അതിൽ കൂടെ സാധിക്കും. നിങ്ങൾ മനസ്സ് ട്രെയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വരിക. ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ കാത്തിരിക്കുന്ന പെർഫെക്റ്റ് ടൈം ഭാവിയിലല്ല, പെർഫെക്റ്റ്
പെർഫെക്റ്റ് ബിഗിനിങ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോഴാണ്. നിങ്ങളുടെ 30 ദിവസം മൈൻഡ് പവർ ജേണിയാണ് നമ്മുടെ MM30. MM30 ഒരു പവർ പാക്ഡ് ഗോളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പവർ പാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് നിങ്ങളെ വലിയ രീതിയിൽ നിങ്ങളെ ഗോളിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക്, വളരെ സീരിയസ് ആയിട്ട് ഗോളിനെ കാണുന്നവർ അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് MM30. ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് രാത്രി 9 തുടങ്ങി 10 വരെ സൂമിൽ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്. അപ്പോൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൽ കൊടുക്കുക MM30 എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. MM30 മാസ്റ്റർ യുവർ മൈൻഡ് മാസ്റ്റർ യുവർ ലൈഫ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. MM-ന്റെ 30 എന്നുള്ളത് 30 ദിവസങ്ങളാണ്. MM30 എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മാത്രം മതി. ഇനി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. പാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു റെഫറൻസ് ആയിരിക്കണം, ഒരിക്കലും ഒരു റെസിഡൻസ് ആവരുത്. ഫ്യൂച്ചറിനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക, പക്ഷെ ഫ്യൂച്ചറിനെ പേടിച്ചിട്ട് ഇപ്പോഴത്തെ നിമിഷം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഗോള് ഫ്യൂച്ചറിലാണ്, പക്ഷെ ഗോൾ അച്ചീവ്മെന്റ് തുടങ്ങുന്നത് ഇപ്പോഴാണ്. നിങ്ങളുടെ പവർ നിങ്ങൾക്ക് തിരികെ വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ പവർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കാരണം പവർ ഇരിക്കുന്നത് ഈ നിമിഷത്തിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ശക്തി ഇരിക്കുന്നത് ഈ നിമിഷത്തിലാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ വേഗം പിടിച്ച് ഇവിടെ കൊണ്ടുവരണം. അതാണ് നിങ്ങളുടെ ശക്തി തിരിച്ചു കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ക്ലാസ് കേൾക്കുന്നത് അവയർനെസ് ആണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. ആദ്യം പറയാം, MM30 ഒരു മോട്ടിവേഷൻ ക്ലാസ്സേ അല്ല. നിങ്ങളെ കൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? നിങ്ങളുടെ ഗോള് തന്നെ നിങ്ങളെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യിപ്പിച്ച് ആ അനുഭവങ്ങൾ നിങ്ങളെ മനസ്സിൽ നിങ്ങളെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും, ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് ദ പവർ ഓഫ് നൗനെ കൊണ്ട് ഇന്ന് പറഞ്ഞത്. ഇന്ന് ഈ ഒരു നിമിഷമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ ഇപ്പൊ ചെയ്യുക. നിങ്ങളുടെ നിമിഷം, ഈ നിമിഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ഫുൾ സെഷന്റെ സാരാംശം. ഓക്കെ, അപ്പം എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു.